Welcome back. Today we are going to discuss about the poem The Liars written by Stanley Kunitz. ഈ ഒരു ലയേഴ്സ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ലയർഡ് പൊറാട്ട ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ കേക്ക് ഉണ്ട്, പല ലെയേഴ്സ് ഉള്ള റെയിൻബോ കേക്ക് കണ്ടിട്ടില്ലേ? അതിൽ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അങ്ങനെ തുടങ്ങി 7 ലെയേഴ്സുള്ള കേക്ക് ഉണ്ട് അല്ലേ. അതേപോലെ ഫ്ലവേഴ്സ് ഉണ്ട്, റോസ്, ഡാലിയ പോലത്തെ ലയേർഡ് പെറ്റൽസ് വരുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. ഇനി എന്തൊക്കെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഇദ്ദേഹമാണ് സ്റ്റാൻലി ക്യുനിറ്റ്സ്. ഇദ്ദേഹം ഒരുപാട് പോംസ് എഴുതിയിട്ടുണ്ട്. മസാച്യൂസെറ്റ്സിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഹി ബോൺ ഇൻ 1905 ആൻഡ് ഡൈഡ് ഇൻ 2006. 101 വയസ്സ് വരെ ഇദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ട്. Produced many poems over a long career, concentrating on identity, love, death, spirituality and being human. അപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു വലിയ കരിയർ ഉണ്ട്. ഈ ഒരു ആസ് എ പോയറ്റ് എന്താണ്, ഇദ്ദേഹം ഒരു പോയറ്റ് എന്നുള്ളതിൽ ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി, ലവ്, ഡെത്ത്, സ്പിരിച്വാലിറ്റി ആൻഡ് ബീയിങ് ഹ്യൂമൻ എന്ന വിഷയം ആസ്പദമാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മിക്ക പോംസും എഴുതിയിട്ടുള്ളത്. You will find his work in many an anthology, including poems such as Touch Me and The Round. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ദ പോയറ്റ് ലോറിയറ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രം 2000 to 2001. കവിതകളുടെ ചക്രവർത്തിയായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 2000 തൊട്ടിട്ട് 2001 വരെ ഇദ്ദേഹമാണ് കവിതാ ചക്രവർത്തിയായിട്ട് ഉണ്ടായിരുന്നത്. മച്ച് ഓഫ് ഹിസ് പോയട്രി ഈസ് റിഫ്ലക്റ്റീവ് ആൻഡ് ഹാസ് എ ഫിലോസഫിക്കൽ എഡ്ജ്. അപ്പോൾ ഇദ്ദേഹം എഴുതിയിട്ടുള്ള മിക്ക പോംസിലും പലതും പ്രതിഫലിക്കുന്നതായിരുന്നു. അതേപോലെ തന്നെ അതിൽ തത്വജ്ഞാനം ഒരു വിഷയമായിട്ട് വരാറുണ്ടായിരുന്നു. ഹി യൂസസ് എവറി ഡേ ലാംഗ്വേജസ് ഇൻ എ ടെൻഡർ ആൻഡ് എ കോൺവെർസേഷണൽ വേ, ട്രൈയിങ് ടു ഫാന്തം ഔട്ട് ജസ്റ്റ് വാട്ട് ഇറ്റ് ഈസ് അബൌട്ട് സ്പിരിറ്റ് ആൻഡ് ദ ഫ്ലഷ് ദാറ്റ് കീപ്സ് ലവ് ഫോർ ദ വേൾഡ് ആൻഡ് പോസിറ്റിവിറ്റി അലൈവ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പദ്യങ്ങൾ എഴുതുന്ന ഒരു ഭാഷ എന്താണെന്ന് വെച്ചാൽ അത് വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ എവറിഡേ ലാംഗ്വേജ് തന്നെയാണ്. അത് വളരെ മയത്തിൽ ഒരു കോൺവെർസേഷൻ പോലെ, ഒരു സംഭാഷണം പോലെയാണ് കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഒരു ആത്മീയ ടച്ച് ഇദ്ദേഹത്തിൻ്റെ പോകത്തിലുണ്ടായിരുന്നു. നമ്മുടെ ആത്മാവിനൊരു ഇഷ്ടം, ഒരു ഊർജം ഈ ലോകത്ത് നിലനിൽക്കാൻ ആവശ്യമുണ്ട് അല്ലേ. അതെന്തിനാണ്? ആ ഒരു ഊർജം നമ്മളൊക്കെ എന്നും പോസിറ്റിവിറ്റി തരും. അപ്പോൾ ആ ഒരു വിഷയം ഇദ്ദേഹത്തിൻ്റെ പോയത്തിൽ പലപ്പോഴും വരാറുണ്ടായിരുന്നു. The liars take the readers into the mind of the speaker as he looks back through life, sensitively summing up the changes aware of loss and the need to preserve when times get dark. അപ്പോൾ ഈ ലയേഴ്സ് എന്നുള്ള പോയറ്റിൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ പോയറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നീണ്ട ജീവിതം, അദ്ദേഹം 70-ാം വയസ്സിലാണ് ഈ ഒരു പോം എഴുതിയതെന്ന് കണക്കാക്കുന്നു. അപ്പോൾ ഈ ഒരു 70-ാം വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു ലോസ് ഉണ്ട്, കുറേ നഷ്ടങ്ങളുടെ ഒരു കണക്കുണ്ടാവും. അതേപോലെ തന്നെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഒരു മുദ്ര നമ്മുടേതായിട്ട് പതിക്കേണ്ടതുണ്ടെന്നാണ് ഇദ്ദേഹം കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദിസ് ഓപ്പണിംഗ് ലൈസ് ഫ്രോസ്റ്റ് ലൈക്ക് ബട്ട് കൺഫെഷണൽ സെറ്റ് ദ റീഡർ അപ്പ് ഫോർ ദ ജേർണി. അപ്പോൾ ഈ ഒരു പോമത്തിലൂടെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കിട്ടാൻ പോകുന്നത്. അതായത് ഇതിൽ ചിലപ്പോൾ ഒരു കൺഫെഷണൽ ഫീൽ, ഒരു കുമ്പസാരം പോലെ തോന്നാം, പക്ഷെ നമുക്കൊരു യാത്ര കൊണ്ടുപോകുന്നത് പോലെ തോന്നും. I have walked through many lives, some of them may own, and I am not who I was. ഇതാണ് നമ്മൾ പോയത്തിലെ ഓപ്പണിംഗ് ലൈൻസ്. ഈ വരികൾ കണ്ടാൽ തന്നെ അറിയാം ഇദ്ദേഹം പറയുന്നത് എന്താണ്. ഇദ്ദേഹം ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഒരുപാട് ജീവിതത്തിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന്. So here is a speaker who is well experienced and also self-aware, changes admitted. അപ്പോൾ ഇവിടെ നമ്മുടെ സ്പീക്കർ എന്ന് പറഞ്ഞ പോയിറ്റാന്ന് അറിയാലേ. അപ്പോൾ ഇദ്ദേഹം എങ്ങനത്തെ ആളാണ്? ഒരു വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്.
അനുഭവ സമ്പത്ത് വളരെയധികമുള്ള, അതുപോലെ അനുഭവ സമ്പത്ത് കൂടുതലുള്ള ആളുടെ പ്രത്യേകത എന്തായിരിക്കും? അദ്ദേഹത്തിനെ കുറിച്ചിട്ട് തന്നെ വളരെ ബോധവാനായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ മാറ്റങ്ങൾ, ജീവിതത്തിൽ പല മാറ്റങ്ങളും അനിവാര്യമാണ്. ആ മാറ്റങ്ങളെ ഇദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. ഫോർ someone who served in the army during World War II and led a long life as a teacher, creator and a family man, this is to be expected. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് കാലം വേൾഡ് വാർ സെക്കൻഡിൽ ഇദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ട്. വേൾഡ് വാർ രണ്ടാം മഹാലോക യുദ്ധകാലത്ത് ഇദ്ദേഹം അവിടെ ആർമി ഓഫീസറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാലം ഒരു ടീച്ചറായിട്ട്, ഒരു അധ്യാപകനായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിയേറ്ററാണ്, ഫാമിലി മാൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് റോൾസ് ഓഫ് ലൈഫ് ഇദ്ദേഹം അഭിനയിക്കല്ല, ജീവിച്ച് തീർത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ജീവിതങ്ങളിലൂടെ അദ്ദേഹം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെയേഴ്സ് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ കേക്കിൻ്റെ ലെയർ അല്ല, പകരം നമ്മുടെ ജീവിതത്തിൻ്റെ പല തട്ടുകൾ, പല തലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ചൈൽഡ്ഹുഡ്, ശൈശവം, ടീനേജ്, കൗമാരം, അഡൽട്ട്, യൗവനം, വാർദ്ധക്യം, ഓൾഡ് ഏജ്. അപ്പോൾ പോം കണ്ടില്ലേ, വളരെ വിസ്തരിച്ചിട്ട് അദ്ദേഹം 44 ലൈനിൽ ഈ ഒരു പോം എഴുതിയിട്ടുണ്ട്. നമുക്ക് ലൈൻ ബൈ ലൈൻ അനലൈസിസ് തന്നെ ചെയ്യാം. അതിൻ്റെ മുന്നേ ഒരു കുഞ്ഞു വീഡിയോ കാണാം. ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇവിടെ ഉദ്ദേശിച്ച ലെയേഴ്സ് എന്താണെന്ന്. ലൈൻ ബൈ ലൈൻ അനലൈസിസ് ഓഫ് ദ ലെയേഴ്സ്. അപ്പോൾ നമുക്കൊന്ന് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഈ ഒരു ലെയേഴ്സ് എന്നുള്ള പോമത്തിന് അനലൈസ് ചെയ്യാം. ദ ലെയേഴ്സ് കംപ്രൈസസ് 44 short lines as one stanza in a conversational and mediated tone. In the first person, so that the reader becomes used to the idea that the speaker is the poet and vice versa. അപ്പോൾ ഈ ഒരു പോയത്തിൽ 44 ലൈൻസ് ഉണ്ട് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അത് ഷോർട്ട് ലൈൻസ് ആണ്, വളരെ ചെറിയ ലൈൻസ് ആണ്. അതുപോലെ തന്നെ വൺ സ്റ്റാൻസയിൽ തന്നെ ഫസ്റ്റ് ഒരു സ്റ്റാൻസയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു സ്റ്റാൻസയിൽ തന്നെ കോൺവെർസേഷണൽ രീതിയാണ് കാണുന്നത്, ഒരു സംഭാഷണം പോലെ. അതുപോലെ തന്നെ അതിലൊരു മിതത്വം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ, ഇതിൽ ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ദ റീഡർ ബിക്കംസ് യൂസ്ഡ് ടു ദ ഐഡിയ ദാറ്റ് ദ സ്പീക്കർ ഈസ് ദ പോയിറ്റ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇവിടെ ഐ എന്നുള്ള ആ ഒരു ഫസ്റ്റ് പേഴ്സൺ യൂസ് ചെയ്യണോണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ സ്പീക്കർ ആരാണ്? പോയിറ്റ് ആണെന്നത്. The speaker is reflecting on the number of lives he has walked through, metaphorically speaking, including his own. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ലൈഫ്സ് എന്നുള്ളൊരു പ്രയോഗം ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതൊരു മെറ്റഫർ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് തന്നെയാണ് ഇത് എന്ന് പറയുന്ന ആ ഒരു രീതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ലൈഫ്സ്, ജീവിതങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇദ്ദേഹം പല തരത്തിലുള്ള പല ആളുകളുടെ ജീവിതത്തെ കുറിച്ചിട്ടല്ല, ഇദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞു ഇദ്ദേഹം 70ാമത്തെ വയസ്സിലാണ് ഈ കവിത എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇദ്ദേഹം ജീവിച്ചു തീർത്ത പല വേഷങ്ങളുണ്ട്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് വൺ പേഴ്സൺ ഹാസ് മെനി ലൈഫ്സ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരാൾക്ക് തന്നെ പല ജീവിതങ്ങൾ ഉണ്ടെന്നാണ്. ഇറ്റ് ഈസ് ദ സെയിം പേഴ്സൺ experiencing all kinds of environments and becoming a changed person in the process. അപ്പോൾ ഈ ഒരു ലൈഫ് എന്നുള്ള ആ ഒരു പ്രക്രിയയിൽ, ആ പ്രോസസ്സിൽ ഇദ്ദേഹം പലതരത്തിലുള്ള അനുഭവങ്ങൾ, പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. This is an unusual opening because of that plural lives, which relates to the many changes the speaker has gone through, moving away from a former self, struggling not to lose a grip on the principle of being or the inner core of what he is. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയത്തിന് ഒരു അൺയൂഷ്വൽ, അസ്വാഭാവികമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാം. അതായത് പ്ലൂറൽ ഫോം ലൈഫ്സ് എന്നുള്ള
ലിവ് എന്ന് പറയുന്നതിന് പകരം ലൈവ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതന്നെ ഒരു അൺയൂഷ്വാലിറ്റിയാണ് കാണിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇദ്ദേഹം ഒരു മനുഷ്യനാണ് അല്ലേ, ആ മനുഷ്യനാണെന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ബീയിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർത്ഥത്തിനൊക്കെ ഇന്നർ കോർ ഉണ്ട് അല്ലേ, ഉള്ളിലേക്കുള്ള ഒരു സെൽഫ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ഒരു ഇന്നർ കോർ നമ്മുടെ ആത്മീയത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ആളുകൾക്കും എന്തുണ്ട്, എ സെൻസ് ഓഫ് ഗുഡ്നെസ്, നല്ലത് ഏതെന്നുള്ള ഒരു ബോധമുണ്ട്, കോൺഷ്യസ് ഓർ എ ഹാർട്ട് ദാറ്റ് സിറ്റ്സ് റൈറ്റ്, അതുപോലെ ശരി ഏതെന്ന് കാണിക്കണ ഒരു ഹൃദയമുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദ സ്പീക്കർ സ്റ്റേബിൾ ആൻഡ് ഇൻസെയിൻ. അതുകൊണ്ട് മാത്രമാണ് സ്പീക്കർ പല പ്രശ്നങ്ങളിലും, നമ്മുടെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ പോയിറ്റ് പല പ്രശ്നങ്ങളിലും സ്റ്റേബിളായിട്ട് നിന്നത്. അതുപോലെ സെയിൻ, മനോനില നഷ്ടപ്പെടാതെ സെയിൻ, ഒരു സാധാരണ മനുഷ്യനായിട്ട് മനോനില നഷ്ടപ്പെടാത്ത ഒരു ഭ്രാന്തനാവാതെ നിന്നത് ഈ ഒരു സ്പിരിച്വൽ പവറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ജന്മം തന്നെ വളരെ കഷ്ടപ്പാടിലായിരുന്നു. അദ്ദേഹം ജനിക്കുന്നതിൻ്റെ മുൻപ് തന്നെ അച്ഛൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടിട്ടുള്ള സ്ട്രഗിൾസ് ഇദ്ദേഹത്തിന് പല പാഠങ്ങൾ നൽകി ഇദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. To have strength for the journey forward, the speaker has to look back, suggesting that the past is a place for learning and gaining perspective and truth to enable life to continue. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണ്. ആ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാൾക്ക് തോന്നുന്നത് ഇതുവരെ ലൈഫ് പലതും പഠിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പലതും നേടിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗെയിനിങ് പേഴ്സ്പെക്റ്റീവ് ആൻഡ് ട്രൂത്ത് ടു എനേബിൾ ലൈഫ് ടു കണ്ടിന്യൂ. അതെന്താണ്, പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ്, അതേപോലെ തന്നെ ചില സത്യങ്ങൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില സത്യങ്ങൾ ഇതുവരെയുള്ള ജീവിതം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹി ഹാസ് ടു കം ടു ടേംസ് വിത്ത് പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഒരു യോജിപ്പിൽ കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. നോട്ട് ദ ഇമാജിനറി ആൻഡ് മെറ്റഫേഴ്സ് ഹിയർ. അപ്പോൾ ഈ വരികളിൽ നമുക്ക് കുറച്ച് ഇമാജിനറി കാണാം, അതുപോലെ തന്നെ മെറ്റഫേഴ്സും കാണാം. മൈൽ സ്റ്റോൺസ്, ഹൊറിസോൺ, സ്ലോ ഫയേഴ്സ്, ക്യാമ്പ് സൈറ്റ്സ്, scavenger angels, heavy wings. This is quite a biblical scene with the campsites representing former lives, former events and former experiences, turning points in life. The slow fires imply that there is some heat retained, the past burns inside. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സുകൾ യൂസ് ചെയ്തിട്ടുള്ളത് മൈൽ സ്റ്റോൺ, ഹൊറിസോൺ, സ്ലോ ഫയേഴ്സ്, ക്യാമ്പ് സൈറ്റ്സ്, സ്കാവഞ്ചർ ആഞ്ചൽസ്, ഹെവി സിങ്സ്. ഇതൊക്കെ ഈ ഒരു വേർഡ്സുകളൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ബിബ്ലിക്കൽ സീൻസാണ്. ബിബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സിമ്പിൾസാണ്, ചില സീൻസുകളാണ് ഈ വാക്കുകളിലൂടെ നമ്മളുടെ ഓർമ്മകളിലേക്ക് വരുന്നത്. ഇത് ക്യാമ്പ് സൈറ്റ് റെപ്രസെൻറ്റിങ് ഫോർമർ ലൈഫ്സ്. ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകഴിഞ്ഞ പല ജീവിതങ്ങളാണ്. ഫോർമർ ഇവൻറ്റ്സ് ആൻഡ് ഫോർമർ എക്സ്പീരിയൻസസ്, മുന്നുള്ള പല സന്ദർഭങ്ങളും അതുപോലെ അനുഭവങ്ങളും. അതുപോലെ ടേണിംഗ് പോയിന്റ്സ് ഇൻ ലൈഫിലെ വഴിത്തിരിവ് എന്ന് പറയുന്ന സംഭവം. ദ സ്ലോ ഫയേഴ്സ് ഇംപ്ലൈ ദാറ്റ് ദർ ഈസ് സം ഹീറ്റ് റിട്ടൈൻഡ്, ദ പാസ്റ്റ് ബേൺസ് ഇൻസൈഡ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പാസ്റ്റ് ഈസ് ദ വേസ്റ്റ് പേപ്പർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ പാസ്റ്റ് നമ്മുടെ ഉള്ളിൽ ചില ചൂട് നിലനിർത്തുന്നുണ്ട്. അത് ഉള്ളിൽ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പലതും ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുന്നത്, മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രചോദനമാകുന്നത്. And those angels are picking up the pieces, which is rather sinister, sounding as they wheel above what remains of the speaker's past. അപ്പോൾ ഈ ഒരു സ്കാവഞ്ചർ ഏഞ്ചൽസ് എന്നുള്ളൊരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവർ പല പീസസും എടുക്കുകയാണ്, നമ്മുടെ ഓർമ്മകളിലെ പല വേദനിപ്പിക്കുന്ന സംഭവങ്ങളും എടുക്കുകയാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ എങ്ങനെയാണ്, സിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിലവിളികൾ കേൾക്കാം എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള നിലവിളികൾ കേൾക്കുന്നുണ്ട്.
sounding as they wheel above what remains of the speaker's past. എന്താണ് ഇതുവരെയുള്ള ജീവിതം എൻ്റെ പാസ്റ്റിൽ, എൻ്റെ ഭൂതകാലത്ത് എന്തൊക്കെയാണ് കൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു പോയിന്റിനെ ശരിക്കും റിമൈൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു നിലവിളിയായിട്ട് ഇയാളുടെ പാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ടു കണ്ടിന്യൂ ദ അപ്പോൾ ഇത് ഇനി ലൈൻസ് 17 to 19 വരെയുള്ള ലൈൻസ് നോക്കാം. ടു കണ്ടിന്യൂ ദ സീൻ ദ മെറ്റഫോറിക്കൽ ടൈപ്പ് ഇസ് scattered some from the campsites, the truth has departed. These lines are a confessional of fragmentation. Affection for former things has gone and there is a hint of regret. അപ്പോൾ ഈ ഒരു 17 to 19 ലൈൻസിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ദ മെറ്റഫോറിക്കൽ ട്രൈബ് ഈസ് സ്കാറ്റേർഡ് എന്ന് പറയുന്നുണ്ട്. മെറ്റഫോറിക്കൽ ട്രൈബ് എന്ന് പറയുമ്പോൾ ഇവിടെ മെറ്റഫോർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രൈബ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഫെല്ലോ ബീയിങ്സ് ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് ഫ്രണ്ട്സായിട്ടും ബന്ധുക്കളായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ സ്കാറ്റേർഡ് അവരൊക്കെ എവിടേക്കൊക്കെ ചിന്നിച്ചിതറിപ്പോയി എന്നാണ് പറയുന്നത്. ഫ്രം ദ ക്യാമ്പ് സൈറ്റ്സ് ദ ട്രൂത്ത് ഹാസ് ഡിപ്പാർട്ടഡ്. ക്യാമ്പ് സൈറ്റ്സിൽ വരുമ്പോൾ എന്തായി, സത്യം ഡിപ്പാർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. സത്യം പിണങ്ങിപ്പോയി അല്ലേ, സത്യമൊക്കെ മാഞ്ഞു പോയി. ദിസ് ലൈൻസ് ആർ എ കൺഫെഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ. പലതും ജീവിതത്തിൽ പലതും നേടുമ്പോൾ നമ്മൾ ചിലപ്പോൾ മുന്നോട്ടുള്ള വഴിയിൽ ചിലവരൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ, ചില ആളുകളൊക്കെ നമ്മൾ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ബന്ധങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫ്രാഗ്മെൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കഷ്ണം കഷ്ണാക്കി മാറ്റാറുണ്ട്. അവരൊക്കെ നമ്മൾ ഇന്ന് ചിന്നിച്ചിതറി പോവാറുണ്ട്. അഫെക്ഷൻ ഫോർ ഫോർമർ തിങ്സ് ഹാസ് ഗോൺ. അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എന്തായി മാറാറുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സംഭവങ്ങളായി മാറാറുണ്ട്. ആൻഡ് ദർ ഈസ് എ ഹിന്റ് ഓഫ് റിഗ്രറ്റ്. അപ്പോൾ ഈ വരികളിൽ നമുക്ക് കാണുന്നത് എന്താണ്, കുറ്റബോധമാണ്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റബോധം. ഈ വരികൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ പോയിട്ടിൻ്റെ കുറ്റബോധം, ചില ബന്ധങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചതിൻ്റെ ഒരു കുറ്റബോധം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദർ ഈസ് മോർ ഹേർട്ട്, ദ ഫീലിംഗ്സ് ആർ സ്റ്റാർവ്ഡ്. How can they be fed again? The speaker has lost something and isn't certain they will ever be getting it back. അപ്പോൾ ഇനി 20 മുതൽ 21 വരെയുള്ള വരികളിൽ പറയുന്നത് എന്താ വെച്ചാൽ ദർ ഇസ് മോർ ഹാർട്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് വേദന തോന്നുന്നുണ്ട്. ദ ഫീലിങ്സ് ആർ സ്റ്റാർവ്ഡ്. ഒരുമാതിരി ഈ ഫീലിങ്സിനൊക്കെ വല്ലാത്ത ഒരു ക്ഷീണം, പഷ്ണി കിടന്ന പോലത്തെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ എന്നാണ് പറയുന്നത്. ഹൗ ക്യാൻ ദേ ബി ഫെഡ് അഗെയിൻ? ഇനി അതിനൊക്കെ ഒന്ന് എനർജറ്റിക് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ദ സ്പീക്കർ ഹാസ് ലോസ്റ്റ് സംതിങ് ആൻഡ് ഈസ് ഇൻ സർട്ടൻ ദേ വിൽ എവർ ബി ഗെറ്റിംഗ് ഇറ്റ് ബാക്ക്. നഷ്ടപ്പെട്ടതൊക്കെ ഇനി ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിയിൽ തിരിച്ചു പിടിക്കാനാകുമോ എന്ന് നമ്മളുടെ സ്പീക്കറിന് അറിയുന്നില്ല. ഇനി ലൈൻ 22 to 25 പറയുന്നത് അഗെയിൻ ഇമാജിനറി വരുന്നുണ്ട് ആൻഡ് സിംബോളിസം പ്ലേ എ ലീഡിങ് റോൾ. ഇമാജിനറി സിംബോളിസം ഒക്കെ ഇവിടെ 22-25 വരെയുള്ള ലൈൻസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹിയർ ആർ വിൻഡ്, ഡസ്റ്റ്, സ്റ്റിങ്ങിങ് ആൻഡ് ഫ്രണ്ട്സ്. ദ വേർഡ് ഡസ്റ്റ് ഇംപ്ലൈസ് ഡെത്ത്, ആഷസ് ടു ആഷസ്, ഡസ്റ്റ് ടു ഡസ്റ്റ്. മണ്ണോട് മണ്ണായി ചേരും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഡസ്റ്റ് എന്നുള്ള വേർഡ് കാണിക്കുന്നത് എന്താണ്, ഡെത്തിനെയാണ്. കുല്ലി നഫ്സി സായിഖത്തുൽ മൗത്ത് അല്ലേ, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ഹൗ ഹാസ് ദ സ്പീക്കർ ലോസ്റ്റ് ഫ്രണ്ട്സ് അലോങ് ദ വേ ആൻഡ് ഈസ് നോട്ട് യെറ്റ് ഓവർ ദ ഡിമൈസ് ഇറ്റ് സീംസ് സോ. അപ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്ന പലവരും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ അല്ല, പലവരും മരണപ്പെട്ടു പോയി എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ലൈൻസിൽ കാണുന്നത്. ഇനി 26 to 31 വരെയുള്ള ലൈൻസിൽ ഹിയർ ഈസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദ പോം ആസ് ദ സ്പീക്കർ സേസ് ദാറ്റ് ഡെസ്പൈറ്റ് ലോസ് ആൻഡ് ചേഞ്ച് ഹി ഗോസ് ഓൺ റിട്ടൈനിങ് എ ജോയ് ആൻഡ് എ വിൽ വിച്ച് അലോ ഫ്രീഡം. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ചെറിയൊരു സന്തോഷം അവിടെ റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സന്തോഷത്തിൻ്റെ ഒരു
നിലനിൽപ്പ് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ആൻഡ് വിൽ വിച്ച് അലോ ഫ്രീഡം, അതുപോലെ തന്നെ ഒരു വിൽ പവർ, അതെന്താണ് അദ്ദേഹത്തിന് ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നഷ്ടങ്ങളും മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ നമുക്ക് എന്തെന്നെ വന്നാലും കുറച്ച് സന്തോഷം എവിടെയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ. Even the stones are precious, meaning that he doesn't take anything for granted. Everything little things hold something of value for him. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും നിസ്സാരമായിട്ട് ഇദ്ദേഹം കാണുന്നില്ല. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ട് എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ഇനി 32 to 38 വരെയുള്ള ലൈൻസിൽ പറയുന്നത് അറ്റ് ഹിസ് ഡാർക്കസ്റ്റ് ടൈം ഹി വാസ് ഗൈഡഡ് ബൈ എ വോയിസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരും സഹായിക്കാനില്ലാതെ വളരെയധികം ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വോയിസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിനെ നയിക്കാൻ. ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വോയിസ് ആവാം എന്ന് ചില ക്രിറ്റിക്സ് പറയുന്നുണ്ട്. എ നിംബസ് ക്ലൗഡഡ് വോയിസ്. നിംബസ് ഈസ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് എ ഹാലോ ആൻഡ് റെപ്രസെൻറ്റഡ് എ ഹോളി ഗ്ലോ ഓർ സർക്കിൾ ഓഫ് ലൈറ്റ് ഓർ ഫയർ. ഇപ്പം നിംബസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു വളരെ അധികം എന്താ പറയുക, ഒരു പ്രേതത്തിൻ്റെ ഒക്കെ സൗണ്ട് ഇല്ലേ, ഒരു സ്പിരിച്വൽ വോയിസ്, ഒരു ആത്മാവിൻ്റെ വിളി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സൗണ്ട് ആവാം. അല്ലെങ്കിൽ നമ്മുടെ ഹോളി ഗ്ലോ, ഒരു സർക്കിൾ ഓഫ് ലൈറ്റ് ഓർ ഫയർ, ഈ തലയുടെ ചുറ്റും വരുന്ന ഓറോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, ഒരു പ്രകാശവലയം, അങ്ങനെ എന്തോ ഇദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് നയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് നേർവഴി കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് സ്പിരിച്വൽ ഇൻ നാച്ചർ, അതെന്താണ് തികച്ചും ആത്മീയമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. The layers of life are where he needs to be. He mustn't dwell on the litter and the throwaway stuff. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ തന്നെയായിരുന്നു. ഒരിക്കൽ കഷ്ടപ്പാടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഇദ്ദേഹത്തിന് ജീവിതം ഇദ്ദേഹത്തിൽ നിന്ന് തട്ടി മാറ്റിയിട്ടൊന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള സ്റ്റഫ് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഹി മസ്റ്റ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ ദ ഗാർബേജ്. ഇദ്ദേഹം സമയം ഒരു ഗാർബേജിൽ ഒരു വേസ്റ്റ് ഒക്കെ ഇടുന്ന ഗാർബേജ് ഇല്ലേ, അവിടെ ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ദ ക്രക്സ്. ഹി മസ്റ്റ് റിമൈൻ ഇൻ ദ ലയേഴ്സ് വിച്ച് ആർ പാർട്ട് ഓഫ് ദ ടെക്സ്ചർ ഓഫ് ലൈഫ് ആൻഡ് കീപ്പ് അവേ ഫ്രം ദ വേസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിഷമങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അത് ആലോചിച്ചിട്ട് സങ്കടങ്ങളെ മാത്രം താലോലിച്ചിട്ട് ജീവിതം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ജീവിതത്തിൻ്റെ ലയേഴ്സാണ്. ഈ ലയേഴ്സൊക്കെ കൂടെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൻ്റെ അർത്ഥവും ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലയേഴ്സിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ ലയേഴ്സ് വേസ്റ്റ് ആക്കിയത് ഗാർബേജിലേക്ക് ഇടേണ്ടതാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. യു മസ്റ്റ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ ദ ഗാർബേജ്. മനസ്സിലായില്ലേ? കഷ്ടകാലം വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് അതിനെ ഒരുപാട് പാമ്പർ ചെയ്ത് താലോലിച്ചിട്ട് ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഗാർബേജിൽ സമയം കളയുന്നത് പോലെ ആവും. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇത് 39 to 43 വരെയുള്ള ലൈൻസിൽ പറയുന്നത് ഡിറക്റ്റഡ് ബൈ this guiding voice, inner or outer. The speaker isn't quite sure he fully understands it or can rationally reduce it, but he is convinced enough that life and destiny and change are already laid down in time going forward. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് എന്നും ഫോളോ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വോയിസ് ഉള്ളിലായാലും പുറത്തായാലും ഇദ്ദേഹത്തിന് ജീവിതത്തിൽ ആകെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് തരാറുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോഴൊന്നും ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഭാഷ വളരെയധികം ഒന്നും മനസ്സിലാവാറുണ്ടായിരുന്നില്ല. ബട്ട് ഹി ഈസ് കൺവിൻസ്ഡ് enough that life and destiny and changes are already laid down in time going forward. അപ്പോൾ ഇദ്ദേഹം പറയണത് ജീവിതം, വിധി, അതുപോലെ മാറ്റങ്ങൾ, ഇതൊക്കെ കാലം മുന്നോട്ട് പോകും തോറും
അതിങ്ങനെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ താഴെ ലയറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. മെറ്റഫോറിക്കലി നോട്ട് ദ ലിറ്റററി ലാംഗ്വേജ് ചാപ്റ്റർ ബുക്ക് റിട്ടേൺ. അപ്പോൾ ഇതിലും ഇദ്ദേഹം ചില മെറ്റഫോറിക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ ബുക്ക് റിട്ടേൺ നമ്മൾ പറയാറുണ്ട്, പുസ്തകത്തിൻ്റെ ഏടുകൾ പോലെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകൾ മറയുമ്പോഴും എന്നൊക്കെ പറയാറില്ലേ, അതേപോലത്തെ കുറച്ച് മെറ്റഫേഴ്സ് ഇദ്ദേഹം ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 44th line, the last line, is a declaration of the ego. Perhaps change will come again. He knows it. He is all ready to change and he looks forward to it. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇനിയും ഒരു പക്ഷേ എന്താണ് മാറ്റങ്ങൾ വരാം, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം അല്ലേ. ഹിസ് റെഡി ടു ചേഞ്ച്, ഹി ലുക്സ് ഫോർവേഡ്. ഇദ്ദേഹം മാറ്റങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വളരെയധികം ഒരു വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. ഇനിയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഫ്യൂച്ചർ വരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ആ ഒരു ഫ്യൂച്ചറിൽ എന്ത് മാറ്റം വന്നാലും അത് ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് ഇദ്ദേഹം ഇരിക്കുകയാണ്. Now it's time to wind up. Thank you.